ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ മുംതാസ് ആണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, സന്തോഷമായിരിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്, സന്തോഷമായിരിക്കുന്നു ആന്റി. പ്രൈസ്. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാം ഷെയർ ചെയ്യുവാനായിട്ട് സിസ്റ്ററിന് സമയം തരാം. അതിനു മുന്നമേ നമുക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യയിൽ അടിയങ്ങൾ അടുത്ത് വന്നിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയ ശക്തിയെക്കുള്ളിൽ ഞങ്ങളെ ഇരുത്തണമേ കർത്താവേ. കേൾക്കുന്നതായ ഈ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ വിടുതലും ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കേൾവിക്കാരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. സിസ്റ്ററിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയെല്ലാം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സിസ്റ്ററിൻ്റെ ചെറുപ്പകാലങ്ങൾ തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ അനുഭവങ്ങളും സിസ്റ്ററിന് ഷെയർ ചെയ്യാം. ഓക്കെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ പരിശുദ്ധനാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ഇങ്ങനെ ഒരു സാഹചര്യത്തെ ഒരുക്കി തന്ന ജോയ്സ് ടി വിയോടും ഇതിലെ പ്രവർത്തകരോടും വിശേഷാൽ ആന്റിയോടുമുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. ദൈവം തക്ക സമയത്ത് സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണല്ലോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രത്തിന്റെ ഭക്തന്മാര് പ്രവർത്തികള് ഇരിക്കുന്നതും ചരിക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും സകലവും ആദ്യോടന്ത്യം പരിശുദ്ധാത്മാവ് അറിയുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു സമയവും കർത്താവ് മുന്നമേ നിശ്ചയിച്ചിരിക്കൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതാനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. ഞാനൊരു സാധാരണ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ജനിച്ചു വളർന്ന ആ ചെറുപ്രായം മുതൽ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, മുസ്ലിം സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഒത്തവണ്ണമാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും. മദ്രസയിലൊക്കെ വിട്ട് ഹല്ലേലൂയ, സ്തോത്രം, അവിടുന്ന് പഠിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നത്. അപ്പോൾ അവിടെ പഠിക്കുന്നത് മുസ്ലിം മത ആചാര 5 നേരം നമസ്കരിക്കണമെന്നുള്ള കാര്യങ്ങൾ, ജീവിതത്തിലെ കാര്യങ്ങൾ, ജീവിതത്തിൽ എങ്ങനെ ക്രമീകരിച്ച് നടക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ എങ്ങനെ ഒരു സഹോദരി ഹല്ലേലൂയ, സ്തോത്രത്തിന്റെ ശരീരത്തെ മറച്ചു നടക്കണം, അവന്റെ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവിടെ മദ്രസയിൽ പഠിപ്പിക്കും. എങ്ങനെ ജീവിതം നയിക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ ആ ഒരു മതത്തിൻ്റെതാകുന്ന ദൈവഭക്തിയിൽ വളർന്നു വന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എൻ്റെ ജീവിതത്തില്. പ്രൈസ് ലോർഡ്. അപ്പോൾ ചെറുപ്രായം മുതൽ തന്നെ അവിടെ പഠിപ്പിക്കുന്നത് യേശു കർത്താവ് ഈസാ നബി എന്നാണ് ഖുർആനകത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഈസാ നബി എന്ന് പറയുന്നത് ഒരു പ്രവാചകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രവാചകന് മുസ്ലിം സമുദായത്തില് അല്ലെങ്കിൽ ഇസ്ലാം മതത്തില് വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. ഒരുപാട് പ്രവാചകന്മാരെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അതിനോട് കൂടി തന്നെ ഒരു പ്രവാചകൻ എന്ന് തക്കവണ്ണം മാത്രമേ വലിയ പ്രാധാന്യം കൊടുക്കാതെ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ യേശുവിനെ പറ്റി പലരും പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിലും ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന ആ ഒരു ഇതാണ് എൻ്റെ ഒരു പ്രവാചകൻ, അത്രേ ഉള്ളൂ. ഇതിന് വലിയ വാല്യൂ അത്ര കൊടുക്കുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇസ്ലാം മതത്തിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നത് പോലെ മുഹമ്മദ് നബിക്കാണല്ലോ പ്രാധാന്യം. അള്ളാഹു ഏകരക്ഷകൻ, ആ ഏകരക്ഷകനെ അറിയുവാനും ആ ഏകരക്ഷകന്റെ അടുക്കലേക്ക് ചെല്ലുവാനും
എന്താ നരകത്തിൽ പോകാതെ വണ്ണം സ്വർഗം കിട്ടുവാൻ വേണ്ടി 5 നേരമുള്ള ഭയഭക്തിയോടുള്ള ജീവിതവും നമസ്കാരവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പൊ മുഹമ്മദ് നബിയെ ആണ് സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നില്ല, സ്നേഹിക്കുന്നത്. പക്ഷേ എന്നാൽ അവിടെ ഏകരക്ഷകനാകുന്ന ദൈവം എന്ന അല്ലാഹുവിനെ പറ്റി പഠിപ്പിക്കുമ്പോഴും ഒരിക്കലും ഒരുപാട് 5 നേരം നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും പല വിധത്തിലുള്ള ഹല്ലേലൂയ ഇവിടെ കൺവെൻഷനുകളിലെ മതപ്രസംഗങ്ങൾ പോയി കേൾക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ഭയമാണ്. ദൈവം എന്ന് കേൾക്കുമ്പോൾ ഭയമാണ്. ഒരിക്കലും ഒരു അപ്പൻ മക്കള് എന്നുള്ള ഒരു നിലവാരത്തില് ഇസ്ലാം മതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട്, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് കഴിയുകയില്ല. അവിടെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ ഒരു അടിമ യജമാനൻ, ഒരു അടിമയ്ക്ക് എത്രത്തോളം ഒരു യജമാനനെ സ്നേഹിക്കുവാനായിട്ട് കഴിയും, ഒരു ഭയത്തോടെയാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. പക്ഷെ 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത്, ഖുർആൻ വായിക്കുന്നത്, പാരായണം ചെയ്യുന്നത്, ഇതെല്ലാം ഒരു ചടങ്ങെന്ന വണ്ണം നിവർത്തിക്കുമ്പോഴും നിർവഹിക്കുമ്പോഴും ഒരിക്കലും വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ളൊരു അടുപ്പം, ഒരു വ്യക്തിബന്ധം എന്ത് ചെയ്യുന്നില്ല, ദൈവമായിട്ടൊരു പേഴ്സണൽ ബന്ധം ഒരിക്കലും അവിടെ ലഭിക്കുവാനോ അനുഭവിക്കുവാനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പ്രസൻസ് അനുഭവിക്കുവാനോ ഒന്നും അവിടെ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ ഹല്ലേലൂയ ജീവിച്ചതും വളർന്നതും ആ ഒരു പശ്ചാത്തലത്തിലാണ്. സ്കൂളിലൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ദൈവമക്കളായിരിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്, അവര് യേശുവിനെ പറ്റി പറയും, സുവിശേഷം പറയും. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് എതിർക്കുമായിരുന്നു. ഒരിക്കലും ഈ യേശു ദൈവമല്ലെന്ന് ഞാൻ അവരോട് എതിർത്ത് സംസാരിക്കും, വളരെ തർക്കിച്ചിട്ടുണ്ട് അവരോട്. അങ്ങനെ ഇരിക്കെ സ്തോത്രം എന്റെ ഭവനത്തില് സ്തോത്രം ഒരുപാട് പേര് ദൈവമക്കളായിരിക്കുന്നവര് ട്രാക്റ്റുകൾ കൊണ്ടുതരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എന്റെ ഭവനം നാട്ടില് കേരളത്തില് ഹല്ലേലൂയ സ്തോത്രം അടൂർ, പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങളായിരിക്കുന്നത്. 13 വർഷത്തോളമായി ഹസ്ബൻഡിന്റെ ജോലിയോടനുബന്ധിച്ച് ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഞങ്ങളെ ബാംഗ്ലൂർ പട്ടണത്തിലാക്കി വെച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആമേൻ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ഭവനത്തിൽ ഒരുപാട് പേർ ട്രാക്റ്റുകൾ കൊണ്ടുതരും. അപ്പോൾ ആ സമയത്തൊക്കെ വായിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ആമേൻ സ്തോത്രം. ഞാൻ ഇവർ ഈ ട്രാക്റ്റുകൾ കൊണ്ടു തരുമ്പോൾ അല്ലെ ഏകരക്ഷനാകുന്ന ദൈവം അവൻ വാനമേഘത്തിൽ വേഗം വരുന്നു, നമ്മെ ചേർപ്പാൻ വരുന്നു, ലോകം അല്ലെ അതിന്റെ അന്ത്യനാളിലേക്ക് എത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഹെഡാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ തലക്കെട്ടുകളോട് ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ ട്രാക്റ്റുകളാണ് എനിക്ക് ലഭിച്ചത്. അവിടെ ഭവനത്തിൽ ഓരോരുത്തർ ദൈവമക്കൾ കൊണ്ടുതരുന്നത്. ഞാൻ അതൊന്നും കളയത്തില്ല. പ്രൈസ് ലോർഡ് സ്തോത്രം. ഇവരെന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നറിയുവാനായിട്ട് വേണ്ടി ഞാൻ അതെന്ത് ചെയ്യും, വായിക്കുമായിരുന്നു. പ്രൈസ് ലോർഡ്. എന്നിട്ട് ഓരോ വാക്കുകളും അല്ലെങ്കിൽ വചനങ്ങളും ഇവര് ബൈബിൾ വചനങ്ങൾ കോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ എഴുതിയ ആ പാരാഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, വെറുതെ കേവലം ഒരു മത്തായി എന്ന് പറയുന്നതും യോഹന്നാൻ എന്ന് പറയുന്നതുമായ കേവലം മനുഷ്യരുടെ വാക്കുകളെ എന്തിന് ഇവര് വിശ്വസിച്ച് ഇതിനെ അംഗീകരിച്ച് ഹല്ലേലൂയ ഇവരൊരു കേവലം ഒരു പ്രവാചകനെ ഇവര് ദൈവമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. എന്നിട്ട് ഞാൻ അല്ലാഹുവിനോട് എന്ത് ചെയ്യും, ദുആ ചെയ്യുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഹല്ലേലൂയ സ്തോത്രം, ഈ ജനത്തിന് കണ്ണൊന്ന് തുറക്കണമേ. ഇവര് കേവലം ഒരു പ്രവാചകനെ പിടിച്ച് ദൈവമായിട്ട് വെച്ചിരിക്കുന്നു, നീയാണ് ദൈവമെന്ന് നീ ഇവർക്കൊന്ന് വെളിപ്പെടുത്തണമേ, ഇവരാരും നരകത്തിൽ പോകാൻ ഇടയാകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഈ ക്രിസ്ത്യൻസിന് വേണ്ടി എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. എന്നിട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് മറ്റുള്ളൊരു മതത്തിലുള്ള കറുത്ത പുസ്തകം എന്നാണ് മുസ്ലിം സമുദായത്തിൽ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ പരിചയപ്പെടുത്തുന്നതും പറയുന്നത്. അതൊരിക്കലും വായിക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്. മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കുന്നതും ബൈബിള് വായിക്കുക അതൊക്കെ ഹറാമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന ചെറുപ്രായത്തില്. പക്ഷെ ഞാൻ ഇത് വായിച്ചിട്ട് എനിക്കിത് നിഷിദ്ധമാണല്ലോ, എനിക്കിത് ഹറാമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ദേഷ്യം വന്നിട്ട് ഈ ട്രാക്റ്റുകള്, വചനം എഴുതിയിരിക്കുന്ന ട്രാക്റ്റുകള്
ഈ ബുക്സ് ഇതെല്ലാം ഞാൻ കീറി തീയിലിട്ട് ചുട്ട് കളയുമായിരുന്നു. പ്രൈസ് ലോർഡ്. ചുട്ട് കളഞ്ഞിട്ടും എനിക്ക് ആ ദേഷ്യം തീരാതെ വണ്ണം, തൃപ്തി വരാതെ വണ്ണം ഞാൻ അത് ഭസ്മമായി തീരുന്നത് വരെ, അത് ചാമ്പലായി തീരുന്നത് വരെ പ്രൈസ് ലോർഡ് ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ഹല്ലേലൂയ, എനിക്ക് മുസ്ലിം സമുദായത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഫർദയൊക്കെ ഇട്ട് ജീവിക്കണമെന്നായിരുന്നു, ആ ശരീരം മുഴുവനും മറിച്ച്, അങ്ങനെയായിരുന്നു എന്റെ ഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഞാൻ വേറൊരു ഹല്ലേലൂയ സമുദായത്തിൽ നിന്ന് ഹല്ലേലൂയ വിവാഹം കഴിക്കണമെന്നുള്ളത്. പ്രൈസ് ലോർഡ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കർത്താവ് നമ്മെ കണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ ആദ്യം തന്നെ അന്ത്യവും അവൻ അറിഞ്ഞിരിക്കുന്നു. അവൻ സകലവും ഉള്ളംകരത്തിൽ നമ്മെ വരച്ചിരിക്കുന്നു, വഹിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ നിയോഗപ്രകാരം ഹല്ലേലൂയ സ്തോത്രം. ഒരു ഹിന്ദു എന്റെ 19ാമത്തെ വയസ്സില് 2009 ഒരു ഹിന്ദു സമുദായത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രം ഒരു സഹോദരനെ വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുൻപ് തന്നെ ഞാൻ ആദ്യമായിട്ട് രക്ഷയുടെ അനുഭവത്തിലായി കടന്നു പോകുന്ന ചർച്ചിൽ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ കണ്ടുമുട്ടുന്നതിനും ഞങ്ങൾ വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുന്നതിന് മുൻപേ തന്നെ ഞാൻ ആദ്യമായിട്ട് കടന്നു പോകുന്ന ചർച്ചില് ഒരു ദൈവദാസൻ വന്ന് ഇപ്രകാരം ദൂത് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന സമയത്ത് ഇന്ന ഡേറ്റില് ഒരു മുസ്ലിം സഹോദരി ദൈവം ഇവിടെ കൊണ്ടുവരും. ആ സഹോദരി മാനസാന്തരപ്പെടുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ലോർഡ്. ഹല്ലേലൂയ. 2019 2009 ഞങ്ങളുടെ വിവാഹം കഴിയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഒരു മിനിറ്റ് സിസ്റ്റർ. അപ്പൊ കല്യാണത്തിന് മുന്നേ രക്ഷിക്കപ്പെട്ടോ? എങ്ങനെയാ രക്ഷിക്കപ്പെട്ടത്? ഇല്ല അതാ പറഞ്ഞു വരുന്നത് ആന്റി. സ്തോത്രം. പ്രൈസ് ലോർഡ്. വിവാഹത്തിന് ശേഷമാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ വേഗത്തിൽ പറഞ്ഞതാ ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ 19ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം നടക്കുന്നു. അപ്പോൾ എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നു. ഭവനത്തിൽ വരുമ്പോൾ അവര് ഹിന്ദു സമുദായത്തിൽ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഹിന്ദുപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പൂജയോ ആരാധനയോ അമ്പലത്തിൽ പോക്കോ അങ്ങനെ ഒന്നും അവർ നടന്ന സാധാരണ ഒരു ജീവിതം നയിക്കുന്നവരായിരുന്നു ഹസ്ബൻഡിന്റെ മാതാപിതാക്കള്. എന്നാൽ ഇളയ സഹോദരി, ഹസ്ബൻഡിന്റെ 2ാമത്തെ ചേച്ചി ചർച്ചിൽ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ചേച്ചി ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അടുത്തുള്ളൊരു ചർച്ചില്. പ്രൈസ് ലോർഡ് സ്തോത്രം. അങ്ങനെ ഞാൻ ഈ ഭവനത്തിൽ ചെന്നു. എന്റെ കണ്ടീഷൻ ഇതായിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ആഹാരം ഒരുപക്ഷെ അവിടെ മുടങ്ങിപ്പോയാലും എനിക്ക് 5 നേരം നമസ്കരിക്കുവാൻ എനിക്ക് അവസരം തരണം. എനിക്ക് ഖുർആൻ ഇടവിടാതെ എന്നും പാരായണം ചെയ്യുവാൻ, ഖുർആൻ വായിക്കുവാനുള്ള അവസരം എന്നെ നിഷേധിക്കരുതെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെ അത് ഹല്ലേലൂയ. ഞാൻ വിവാഹം കഴിഞ്ഞ് ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഞാൻ എന്നും 5 നേരം ആ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. പ്രൈസ് ലോർഡ്. 5 നേരം നമസ്കരിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു പോയി. മൂത്ത മകനെ 9 മാസം പ്രഗ്നന്റ് ആയി. പ്രൈസ് ലോർഡ്. 2010 ആഗസ്റ്റ് മാസത്തിലാണ് ഹല്ലേലൂയ സ്തോത്ര കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ട് ഹല്ലേലൂയ സ്തോത്ര ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദൈവം ഹല്ലേലൂയ അവന്റെ കരുണയാൽ, അവന്റെ വിശ്വാസത്തെ ഹല്ലേലൂയ അവന്റെ ദയയാൽ നമ്മെ വീണ്ടെടുത്തല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവിടെ വെച്ച് മൂത്ത മകന് 9 മാസം ഗർഭിണിയായിരിക്കുന്ന ആ സമയത്താണ് ഞാൻ ഹസ്ബൻഡിന്റെ അടുത്തുള്ള റിലേഷൻ ആകുന്ന ആ റിലേഷൻ ഭവനത്തിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ ഒരു കാസറ്റ് കാണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ആ കാസറ്റിനകത്ത് ഇങ്ങനെ ആയിരുന്നു കണ്ടത്. നൈജീരിയയിലുള്ള അനേക എയ്ഡ്സ് രോഗികളെ യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ അവിടെ സൗഖ്യമാകുന്നത്, അവർക്ക് വിടുതൽ ലഭിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ആമേൻ. അവിടെ കാണുന്നത് അവരുടെ ബോഡി, ആ കാസറ്റിനകത്തൂടെ കാണുന്നത് പാസ്റ്റർ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമം പറയുമ്പോൾ ബോഡി പാർട്സുകളൊക്കെ അഴുകി ദ്രവിച്ച് ഹോസ്പിറ്റലിൽ ഇതെല്ലാം തള്ളിയ കേസുകള്, ഇനി ജീവിക്കത്തില്ല എന്ന് പറഞ്ഞ കേസുകളെ എല്ലാം ദൈവം എന്ത് ചെയ്തു? അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമം പറയുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുകയും ആ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങളെ പൂർണ്ണ ആരോഗ്യത്തോട് പുതുതായി തീരുകയും ചെയ്യുന്ന ഒരു സാക്ഷ്യമടങ്ങുന്ന ഒരു കാസറ്റ് കാണുവാന്
ഇടയായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാസറ്റ് ആയിരുന്നു അത്. പ്രൈസ് ലോർഡ്. ഞാൻ ഇന്നും ഓർക്കുന്ന കാസറ്റ് കണ്ടപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഒരു ചിന്തയുണ്ടായി. ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് സൗഖ്യം നൽകുന്നതും വിടുതൽ നൽകുന്നതും രക്ഷ നൽകുന്നതും സമാധാനവും സ്വസ്ഥതയും എല്ലാം നൽകുന്നതും എല്ലാം ഏക രക്ഷകനാകുന്ന അള്ളാഹു എന്നാണ് ഞാൻ ഈ 19 വർഷം വരെ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ വിശ്വസിച്ചും ഇരുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ എന്തുകൊണ്ട് ഇത് എനിക്ക് ഇങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു? ഇവിടെ കേവലം ഒരു പ്രവാചകൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പ്രവാചകന്റെ നാമത്തിൽ ഇത് എങ്ങനെ ഇവിടെ സൗഖ്യം ലഭിക്കുന്നു? അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങൾ എങ്ങനെ ഇത് രൂപാന്തരപ്പെട്ട് ഇത് പുതുതായി തീരുന്നു എന്നുള്ളൊരു ചിന്ത എന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് ഞാൻ വിശ്വസിച്ചിരുന്ന അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നീയാണോ ഏക രക്ഷകൻ? അതോ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ സൗഖ്യം നൽകിയ യേശുവാണോ യഥാർത്ഥ രക്ഷകൻ? ഈസ നബിയാണോ യഥാർത്ഥ രക്ഷകൻ? എനിക്ക് സത്യം അറിയണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായി. എനിക്ക് ഉറങ്ങുവാനോ ഉണ്ണുവാനോ കഴിക്കുവാനോ ഒന്നും അങ്ങോട്ട് തോന്നിയില്ല. എനിക്കൊരു സമാധാനം സ്വസ്ഥതയും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് സത്യ ദൈവത്തെ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. ആ കൃപ ഹല്ലേലൂയ എന്നെ തേടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് അവന്റെ മഹത്വമേറിയ കൃപ, അവന്റെ തേജസ്. ഹല്ലേലൂയ അടിയനെ കാണുവാനായിട്ട്, അവന്റെ കണ്ണ് അടിയനെ കാണുവാനായിട്ട് ഇടയായി തീർന്ന ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് അങ്ങനെ എന്റെ സംശയം എന്റെ ഉള്ളിലുണ്ടായി. പിറ്റേ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാ ഭവനത്തിൽ ആരുമില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ബെഡിൽ കിടന്ന് വിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു വയറുവേദന അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ ആ ബെഡിൽ കിടക്കുന്നതിന് മുൻപേ തന്നെ ആ സഹോദരിയുടെ വീട്ടിൽ ചർച്ചിൽ പോകുന്ന എന്റെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ ഭവനത്തിൽ ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് PG വർഗീസ് അങ്കിളിന്റെ ഒരു ബുക്സ് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ബുക്സിനകത്ത് ഞാൻ കിടന്നുകൊണ്ടാണ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഈ ബുക്സ് ഞാൻ വായിക്കുകയാണ്. അപ്പോൾ ആ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് രോഗികളുടെ രോഗവിഷയങ്ങൾ കത്തായിട്ട് എഴുതി അയക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗികൾക്കെല്ലാം കൊടുക്കുന്ന മറുപടി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അതിനകത്ത് ഹല്ലേലൂയ മറുപടിയായിട്ട് എഴുതിയ ഒരു കാര്യം ഇങ്ങനെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ് എനിക്ക് പെട്ടെന്ന് വയറ്റിനകത്ത് ഭയങ്കര വേദന ഉണ്ടാകുന്നു. ഞാൻ പ്രഗ്നന്റ് ആണ്. ഹല്ലേലൂയ ഒന്ന് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. വീട്ടിലാണെങ്കിൽ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഞാൻ ഈ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബുക്സിനകത്ത് എന്റെ കണ്ണിങ്ങനെ പതിഞ്ഞു. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗഖ്യമുണ്ട് എന്നുള്ള വാക്ക് എന്നെ ദൃഷ്ടിയിൽ ഇങ്ങനെ പെടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ വയറ്റിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ നല്ല ആ വചനം എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഞാൻ വായിച്ചു. അവന്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നീയാണ്, യേശുവാണ് യഥാർത്ഥ ദൈവമെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ വിടുതൽ കിട്ടണം, എനിക്കിപ്പോൾ സൗഖ്യം കിട്ടണം. ഞാൻ നിന്നെ അംഗീകരിക്കാം. യേശുവാണ് യഥാർത്ഥ രക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഈ വചനം വായിക്കുന്ന ക്ഷണത്തിൽ തന്നെ എന്റെ ഞാൻ കിടന്ന ബെഡ്റൂം ഇങ്ങനെ റൂമിന്റെ ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഡോറ് ഒരു കാറ്റ് വന്ന് ഇങ്ങനെ അടിച്ചിട്ട് ആ കാറ്റ് എന്റെ ശരീരത്തിൽ ഉടനീളം ഒരു ഡ്രസ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് പോലെ ഈ വേദന എന്നെ വിട്ട് ഉരിഞ്ഞിങ്ങനെ മാറുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അങ്ങനെ ഞാൻ ചാടി എഴുന്നേറ്റു. സൗഖ്യത്തോടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടി. പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ ഇങ്ങനെ പറയുമ്പോഴും എന്റെ ഉള്ളത്തിൽ എവിടെയോ ഇല്ല, യേശു ദൈവമല്ല എന്ന് ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം എന്നെ ശത്രുവെല്ലാം പരീക്ഷിക്കാൻ, എന്നെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയുവാനായിട്ട് ശത്രുവിന്റെ പരീക്ഷണമാണോ ഇങ്ങനെയൊക്കെ നടത്തുന്നെന്നുള്ളൊരു ചിന്തയും ആകുലതയും എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സിൽ അപ്പോൾ തന്നെ ഉണ്ടായി. ആമേ സ്തോത്രം. പക്ഷെ എനിക്ക് കിട്ടിയ ഈ സൗഖ്യത്തെ എനിക്ക് അംഗീകരിക്കാതിരിക്കാനും കഴിയത്തില്ല. അങ്ങനെ എന്റെ മനസ്സിലെ ചിന്താക്കുഴപ്പമായി വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്ലാഹു എനിക്ക് സത്യദൈവത്തെ അറിഞ്ഞേ പറ്റൂ. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അവനെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവൻ അവനെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്ര. ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ എനിക്ക് സത്യദൈവത്തെ അറിയണം, യഥാർത്ഥ ദൈവം ഏതാണെന്ന് അറിയണം, ഏക സത്യ ദൈവത്തെ എനിക്ക് അറിയണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ ഹൃദയം
എന്റെ ആത്മാവ് കൊതിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ ചേച്ചി, ചർച്ചിൽ പോകുന്ന ചേച്ചിയുടെ മകള്, പ്രൈസ് ദ ലോർഡ്, ഒരു ചെറിയ ബൈബിള്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഒരു നീല കവർ ചെയ്ത ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് രാത്രിയില് എന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വായിച്ചു തരാൻ. അന്ന് ആ കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ, അവൾക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വായിച്ചു തരുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ബൈബിള് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വെറുപ്പാണ്, എനിക്ക് ദേഷ്യമാണ്, എനിക്ക് കോപം വന്നിട്ട് ഞാൻ ബൈബിൾ ഇങ്ങനെ എന്റെ കൈ കൊണ്ട് തട്ടിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് കോപവും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിലും ഈ കാര്യത്തിൽ ആ മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി അവളൊന്ന് ഉറങ്ങുന്നത് വരെ എങ്കിലും അവളുടെ സമാധാനത്തിന് വേണ്ടി അതൊന്ന് വായിച്ചു കൊടുക്കുവാനായിട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് മഹത്വം. അങ്ങനെ എന്റെ മനസ്സോടെ ജീവന്റെ തിരുവചനം ഞാൻ ആദ്യമായിട്ട് വായിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്ര. ദൈവത്തിന്റെ വചനം ഇരുതല വാൾത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും ഹല്ലേലൂയ സന്ധിമഞ്ചകളെയും ചിന്താമണ്ഡലങ്ങളെയും പ്രാണനെയും എല്ലാം വേർപിടിക്കും വരെ തുളച്ചു കയറുന്നതുമാണല്ലോ ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യമെല്ലാം ദേഷ്യം വന്നു. എന്റെ നാക്ക് കറക്റ്റായിട്ട് അക്ഷരം സ്ഫുടമായിട്ട് വരുന്നില്ല. എനിക്ക് കോപം വരുവാനായിട്ട് ഇടയാത്തത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മലയാള ഭാഷയാണെങ്കിലും എനിക്കിതൊന്നും വ്യക്തമായി വരുന്നില്ല. പക്ഷേ എന്റെ ഹൃദയം ദേഷ്യപ്പെടുന്നെങ്കിലും എന്റെ നാവ് അടങ്ങിയിരിക്കാൻ കഴിയാതെ ഇതങ്ങ് ഉച്ചരിച്ചു കൊണ്ടിരുന്നു. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ എന്റെ നാവ് ഉച്ചത്തിൽ എന്ത് ചെയ്തു, ഈ വചനം വായിക്കുവാനായിട്ട് തുടങ്ങി. പരിസരം പോലും മറന്ന, എനിക്ക് അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ വായിക്കുവാനായിട്ട് തുടങ്ങി. ഇത് വായിച്ചു ഉച്ചത്തിൽ എന്റെ ശബ്ദം, ഉച്ചത്തിൽ വചനം എനിക്ക് പിന്നെ നിർത്താൻ കഴിയുന്നില്ല. ഈ വചനം വായിച്ചിട്ട് എനിക്ക് നിർത്താൻ കഴിയാത്ത രീതിയിൽ ഉച്ചത്തിൽ എന്റെ ശബ്ദം ഉയർന്നു. ഞാൻ മുഴങ്കാലിൽ ഇരുന്നാണ് ഇത് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇങ്ങനെ ഉയർന്ന് നാവിൽ നിന്ന് ഉയർന്നു വരികയും പെട്ടെന്ന് ഞാൻ പുറകിലേക്ക് ഇങ്ങനെ വീഴുവാനുമായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ വീണ് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ ഞാൻ ഇങ്ങനെ കണ്ടു. എന്റെ മുൻപിൽ ആ റൂമിലേക്ക് വെള്ള മേഘങ്ങൾ ഇറങ്ങി വരുന്നത് ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ആ വെള്ള മേഘം ഹല്ലേലൂയ, ഭൂമിയിൽ ഓരോ വെള്ളയ്ക്കും അതിന് ആ വെണ്മയെ വർണ്ണിക്കുവാൻ കഴിയത്തില്ല. അത്രത്തോളം വെണ്മയായിരുന്നു, വെള്ള നിറമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ആ മേഘത്തിനകത്ത് സ്വർഗീയ സിംഹാസനത്തെ ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ചുറ്റിനും യേശു 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 എന്ന ഉച്ചത്തിലുള്ള ശബ്ദം മുഴങ്ങി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എന്റെ ചെവിയിൽ ഉറച്ച ശബ്ദം ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ സ്വർഗീയ സിംഹാസനത്തിന്റെ പിറകിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനാണ് ഏക സത്യ ദൈവം, ഞാൻ തന്നെ സാക്ഷാൽ യേശു ക്രിസ്തു. ഹല്ലേലൂയ, നീ അന്വേഷിക്കുന്ന സത്യദൈവം ഞാനാകുന്നു എന്നുള്ള ഉച്ച സ്വരത്തിലുള്ള ശബ്ദം എന്റെ ചെവിയിൽ ഹല്ലേലൂയ മുഴങ്ങി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ആരവത്തോടു കൂടി തന്നെ ഹല്ലേലൂയ എന്റെ നാവ് ഉച്ചരിക്കുവാൻ തുടങ്ങി. യേശു യേശു യേശു. എന്റെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഒരു കലർപ്പില്ലാതെ, ഒരു അവിശ്വാസമില്ലാതെ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണ ഉറപ്പോട് ദൃഢ നിശ്ചയത്തോടും ഹല്ലേലൂയ യേശു ക്രിസ്തു തന്നെയാണ് ദൈവം എന്നുള്ള ആ ഒരു ഉറപ്പ് കർത്താവ് എന്റെ ഹൃദയത്തിൽ തരുവാനായിട്ട്, എന്റെ ആത്മാവിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ഞാൻ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. രാത്രിയിൽ ഹല്ലേലൂയ എനിക്ക് ഹല്ലേലൂയ പരിശുദ്ധന്റെ സ്നേഹത്തിന്റെ ആഴം ആ റൂമിൽ വെച്ച് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് ചർച്ചിൽ പോകണം. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കണം. സത്യ ദൈവത്തെ ഞാൻ കണ്ടു. ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ ദൈവത്തെ എനിക്ക് കൂടുതൽ അറിയണം. ഈ ദൈവത്തിന്റെ വചനം എനിക്ക് അറിയണം. ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നതല്ല യഥാർത്ഥ ദൈവം. ഹല്ലേലൂയ മഹത്വത്തോടു കൂടിയ സ്നേഹമുള്ള ഹല്ലേലൂയ സ്തോത്രം ഒരു സ്വർഗീയ തേജസ്സിൽ അവന്റെ ശബ്ദം കേൾക്കുവാൻ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ ഹല്ലേലൂയ ചർച്ചിലേക്ക് പോയി. ഹല്ലേലൂയ ചേച്ചിയുടെ കൂടെ ഞാൻ ചർച്ചിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്നു. കരച്ചിലാണ്, ആരാധന. ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും എന്റെ ഉള്ളത്തിൽ ദൈവം പാപബോധത്തെ നൽകുവാനായിട്ട് ഇടയായി തീർന്നു. പാപബോധത്തെ നൽകുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര യേശു കർത്താവ് പാപികളെ രക്ഷിക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവം
വചനത്തിൽ കൂടി മനസ്സിലായപ്പോൾ നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപബോധം നൽകി തന്നപ്പോൾ ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ എല്ലാം ഹല്ലേലൂയ ഓർത്ത്, ഹല്ലേലൂയ ഇതിന് ഞാൻ യോഗ്യനല്ലല്ലോ, ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല, ഹല്ലേലൂയ ഇത്രമാത്രം നികൃഷ്ടമാകുന്ന ജീവന്റെ തിരുവചനത്തെ, ഹല്ലേലൂയ വചനമായി തീർന്ന, വചനം ജഡമായി തീർന്ന ജീവന്റെ വചനത്തെയാണ് എന്റെ കരം കൊണ്ട് ഞാൻ നശിപ്പിച്ചു കളഞ്ഞത്, നഷ്ടപ്പെടുത്തി. അന്നൊന്നും എനിക്ക് വചനം അറിയുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇത് ഇത്രത്തോളം പാപിയായ, എന്റെ പാപത്തെ കുറിച്ച് ബോധ്യം, ഇത്രത്തോളം പാപിയായിരുന്ന എന്നെ ഇങ്ങനെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ, ഞാൻ യോഗ്യല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം കരയുവാനായിട്ട്, ദൈവസന്നിധിയിൽ കരയുവാനായിട്ട് തുടങ്ങി. അപ്പച്ച എനിക്കിനി കാരണം എന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് കർത്താവിനെ ഇറക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കലും ഞാൻ ഇത്രയും വർഷം 5 നേരം മുടങ്ങാൻ നമസ്കരിക്കുകയും ആചാര അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ അവിടെ നടത്തിയൊന്നും ഒരിക്കലും ഈ ഒരു സ്വർഗീയ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു അപ്പനും മക്കളും തമ്മിൽ റിലേഷൻ നമുക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സ്വർഗീയ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെയൊക്കെ കടന്നു വന്നപ്പോൾ സത്യ ദൈവത്തിന്റെ സ്നേഹത്തെ ആഴമായി രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പെറ്റ മാതാവിനെ കാട്ടിലോ ജന്മം തന്ന പിതാവിനെ കാട്ടിലോ ലോകത്തിൽ ഒരു റിലേഷനും നൽകുവാൻ കഴിയാത്ത നിസ്തുല്യമായ അനന്തമായ സ്നേഹത്തിന്റെ ആഴത്തെ കർത്താവ് എന്നിൽ ചൊരിയുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം, അവന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഇന്നതെന്ന് ഗ്രഹിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല, ഒരു പാട്ടുകാരനും കഴിയുകയില്ല. ഹല്ലേലൂയ. അത്രത്തോളം അനന്തമാണ് ആ ദൈവത്തിന്റെ സ്നേഹം. ആ ദൈവത്തിന്റെ സ്നേഹം എന്നെ വല്ലാതെ ആകർഷിച്ചു. അല്ല ഇന്നും നിലനിർത്തുന്നത് എന്റെ കർത്താവിന്റെ സ്നേഹമാണ്. ആമേൻ. പിന്നീട് ഞാൻ തുടർച്ചയായിട്ട് പോയി ആ ചർച്ചിൽ പോകുമ്പോൾ ഇവരെല്ലാം എനിക്ക് പെന്തക്കോസ് അനുഭവം എല്ലാം പുതിയതായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ദൈവമക്കൾ അന്യഭാഷ പറഞ്ഞിങ്ങനെ ആരാധിക്കുന്നതൊക്കെ എനിക്ക് പുതിയ അനുഭവം. ഉച്ചത്തിൽ സംസാരിക്കുന്നു, ഉച്ചത്തിൽ വചനം പറയുന്നു, ഉച്ചത്തിൽ അന്യഭാഷ പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നി. കാരണം ഇവർ ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ, പക്ഷെ ഇവരെന്തിനാ വേറൊരു ലാംഗ്വേജ് പറയുന്നത്? അല്ലെങ്കിൽ ഇവരെന്തിനാ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് ഇവരെന്തിനിങ്ങനെ തുള്ളിച്ചാടുന്നു എന്നുള്ളത് എനിക്കൊരു വല്ലാത്ത ഇറിറ്റേഷൻ തോന്നി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അന്ന് ഹല്ലേലൂയ ലാസ്റ്റ് സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയത്ത്, ഹല്ലേലൂയ സ്തോത്രം, ഞാനിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ചർച്ചില ആ സ്തോത്ര കാഴ്ച എടുക്കുന്ന സമയത്ത് എല്ലാവരും ആത്മാവിൽ ശ്രീയേശുനാമം അതിശയനാമം എന്നുള്ള ആ പാട്ട് പാടി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കണ്ണടച്ച് ആത്മാവിൽ ആരാധിക്കുക. ഇത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തുള്ളിച്ചാടി ആരാധിക്കുന്ന എന്റെ അടുത്ത സഹോദരിയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവർക്ക് മര്യാദയ്ക്ക് സാധാരണ രീതിയിൽ ദൈവത്തെ ആരാധിച്ചാൽ പോരെ, എന്തിനിങ്ങനെ തുള്ളിച്ചാടുന്നു എന്നിങ്ങനെ ഞാൻ പറയുകയും എന്നിങ്ങനെ ചിന്തിക്കും, ഇവരെന്തൊക്കെ ഭാഷയാണ് ഇങ്ങനെ പറയുകയും ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയും ചെയ്തപ്പോൾ തന്നെ വലിയ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു ശക്തി, ഒരു പവർ എന്റെ ശരീരത്തിലേക്ക് വന്ന് അടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പുറകിലിരുന്ന് ഞാൻ തെറിച്ചു. ഹല്ലേലൂയ. എന്റെ കാൽ തറയിൽ കുത്താതെ വണ്ണം പൊങ്ങിപ്പോയി ഫ്രണ്ടിലേക്ക് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഹല്ലേലൂയ അഭിഷേകത്താൽ നിറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ജീവിതത്തിൽ എന്റെ സ്വഭാവത്തിന് അന്ന് മുതൽ രൂപാന്തരം വരുവാനായിട്ട് തുടങ്ങി. എന്റെ സ്വഭാവത്തിന് രൂപാന്തരം വന്നു, എന്റെ പ്രവർത്തികൾക്കൊക്കെ രൂപാന്തരം വന്നു. ഞാൻ കോപിച്ചിരുന്ന മേഖലയില അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരുന്ന മേഖലയിലൊക്കെ എനിക്ക് ആ കർത്താവിന്റെ സ്നേഹത്താൽ ഹല്ലേലൂയ അരുതാത്തതൊന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. പാപപ്രവർത്തികൾ അല്ലെങ്കിൽ ഹല്ലേലൂയ തെറ്റായിട്ടുള്ളതൊന്നും ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവിന്റെ സ്നേഹം, ജീവന്റെ വചനമെല്ലാം അടിയനെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അനുഭവിച്ചറിഞ്ഞ ആ സത്യത, ദൈവത്തിന്റെ വചനത്തെ ആഴമായി അറിയുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും അനുദിനം വായിച്ചു വചനത്തിൽ കൂടി ജീവിക്കുവാനും വചനത്താൽ എനിക്ക് രൂപാന്തരം വരുവാനും ഒക്കെ തുടങ്ങി. ഞാൻ കോപിച്ചിരുന്ന മേഖലയിൽ, മറ്റുള്ളവരെ സ്നേഹിക്കാതിരുന്ന അവസ്ഥയിലെല്ലാം യേശു ക്രിസ്തുവിന്റെ സ്നേഹം മുഖാന്തരം
എന്ത് ചെയ്തു? മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നല്ലോ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനങ്ങളെ അനുസരിക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ യേശു കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം എന്നിൽ കൂടി വെളിപ്പെടുന്നത് എന്റെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ വചനങ്ങളെ ഞാൻ അനുസരിക്കുമ്പോഴാണ് ഞാൻ എന്റെ യേശു കർത്താവിനെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് എന്റെ ഹല്ലേലൂയ ഹസ്ബൻഡൊക്കെ എനിക്ക് സ്നാനപ്പെടുവാനുള്ള ആഗ്രഹം 2 വർഷമായി. ഇപ്പോഴത്തേക്ക് ചർച്ചിൽ പോയി ദൈവവചനം അറിഞ്ഞു, അഭിഷേകത്തിൽ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സുവിശേഷം പറയുന്നു ഒക്കെ ചെയ്യുമ്പോഴും ഹല്ലേലൂയ എനിക്ക് സ്നാനപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. വളരെ ആർത്തിയായിരുന്നു സ്നാനപ്പെടുവാനായിട്ട്. ഭവനത്തില് ഹസ്ബൻഡിന്റെ മാതാവും പിതാവും ഒന്നും അതിന് സമ്മതിച്ചില്ല. ഹസ്ബൻഡ് അതിനെ എതിർക്കുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ അപ്പന്റെ അമ്മയുടെ അനുവാദമില്ലാതെ തന്നെ ഹസ്ബൻഡിന്റെ ഹല്ലേലൂയ പകുതി സമ്മതത്തോടു കൂടി മനസ്സോടുകൂടി തന്നെ ഞാൻ എന്ത് ചെയ്തു? 2003 ഫെബ്രുവരി 6-ാം തീയതി ഹല്ലേലൂയ കർത്താവിനെ ജലത്തിൽ സ്നാനം ഏൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നാനം കഴിഞ്ഞിട്ട് തിരികെ ഭവനത്തിലേക്ക് നനഞ്ഞ തുണിയൊക്കെ കവറിൽ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് ഭവനത്തിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലായി, അവരെ എതിർത്തിട്ട് ഞാൻ സ്നാനപ്പെട്ടിട്ട് വരുവാന്നുള്ളത്. അവര് ഹല്ലേലൂയ ദേഷ്യപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഈ ഭവനത്തിലേക്ക് ഞാൻ ഭവനത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ എന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, നീ വചനം എടുത്ത് തുറന്ന് വചനം വായിക്കുവാനായിട്ട് പറഞ്ഞു. ഒരാൾ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ പത്രോസിന്റെ ലേഖനത്തില് ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ടു. ദൈവത്തിന്റെ നാമത്തിൽ നിന്നെ അനുഭവിക്കുന്നവൻ ഭാഗ്യവാൻ എന്നുള്ളൊരു വചനം എന്നെ ബലപ്പെടുത്തി ശക്തീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് കേട്ടിട്ടാണ് ഞാൻ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത്. ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ അപ്പനും അമ്മയും എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറക്കി വിട്ടു, നീ ഇറങ്ങി പോകുവാനായിട്ട് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ തന്നെ എന്റെ ഹൃദയം വല്ലാതെ ആനന്ദിച്ചു, എന്റെ ഹൃദയം വല്ലാതെ സന്തോഷിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ അനുഭവിക്കുവാൻ എന്റെ കർത്താവ് ഇത്രയെങ്കിലും ഒരു ഭാഗ്യം എനിക്ക് തന്നതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ ഹല്ലേലൂയ അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, ആ തോട്ടത്തിൽ ചെന്നിരുന്നിട്ട് ഞാൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവമേ, അങ്ങയുടെ നാമത്തിൽ അനുഭവിക്കുവാൻ തന്ന ആ നിന്നയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ. പക്ഷേ എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ, ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഈ സത്യം അറിയാതെ പാപത്തിലാണല്ലോ ഇവര് ജീവിക്കുന്നത്. കർത്താവെ, എന്റെ ഈ മാതാവിനും പിതാവിനും അവരുടെ അകക്കണ്ണുകളെ ഒന്ന് തുറന്ന ഞാൻ അനുഭവിക്കുന്ന ഈ സ്വർഗീയ സമാധാനം, ഞാൻ അനുഭവിക്കുന്ന ഈ ജീവന്റെ രക്ഷകനെ അറിയുവാനപ്പ അവർക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഒരു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം, അതിന്റെ നിവൃത്തീകരണം എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നത് കാണുവാനായിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ദൈവാത്മാവ് ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. പിന്നീട് എനിക്ക് പരിസരം പോലും മറന്ന് ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് റൂമിലിരുന്ന് ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോഴെല്ലാം കളിവാക്കുകളും നിന്നയുടെ പരിഹാസത്തിന്റെ വാക്കുകൾ ഇപ്പുറത്ത് കേൾക്കാം. പക്ഷെ അതൊന്നും എനിക്ക് വലിയൊരു തടസ്സമായിട്ട് തോന്നിയില്ല. ഹല്ലേലൂയ. എന്റെ ചുറ്റിനും ദൈവദൂതന്മാരുടെ ശബ്ദം കേൾക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പാട്ടുപാടുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും ഹല്ലേലൂയ 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 ആമീൻ എന്നുള്ള ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി തെറിച്ച് പോകുന്നത് പോലെയുള്ള ശബ്ദം എനിക്ക് അനുഭവപ്പെട്ടിട്ട് പലപ്പോഴും ദൈവം അതെനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് ദൈവദൂതനാണ്, ദൈവത്തിന്റെ ദൂതന്മാരാണ് എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാരുടെ അനുഭവം പല അവസരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു അപകടത്തിൽ നിന്ന് എന്റെ തലമുറയെ ഹല്ലേലൂയ ഒരു ആക്സിഡന്റിൽ നിന്ന് സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വിടുവിച്ചൊരു അനുഭവം എന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്ര. ദൈവത്തിന്റെ ദൂതന്മാരുടെ അനുഭവം 3 വട്ടം എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും 2 വട്ടം അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാനും ഹല്ലേലൂയ ദൈവം അവിടുന്ന് ഇടയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നീട് ഞാൻ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ കടന്നു പോകുന്ന സമയത്തിന് ഹസ്ബൻഡിന്റെ ഭവനത്തിനകത്ത് അന്ധകാരവും ബന്ധനവും ഹല്ലേലൂയ രോഗവും നിരാശയും ശൂന്യതയും ഒക്കെ ആയിരുന്നു. എന്നാൽ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഓരോ നിമിഷവും ആ ഭവനത്തിൽ ഇറങ്ങുകയും
ആ ഭവനത്തിന്റെ അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം വരുന്നതും, രോഗിയായി കിടന്നിരുന്ന മാതാവിന് സൗഖ്യം ലഭിക്കുകയും ശാപം അഴിഞ്ഞു പോകുകയും ഒക്കെ ചെയ്യുന്നത്, ഭവനത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നത് ദൈവാത്മാവ് കാണുവാനായിട്ട് കർത്താവ് അടിയനെ കൃപ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് ലോകപ്രകാരം ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. 2013 ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാംഗ്ലൂരിന്റെ പ്രദേശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ഫ്രണ്ട്സ് മുഖാന്തരം ജോലിയോടുള്ള അനുബന്ധത്തിലാണ് ഇവിടെ കടന്നു വന്നത്. ആ ഫ്രണ്ട്സ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന AG ബ്ലെസ്സിംഗ് ചർച്ച്, ഹല്ലേലൂയ, അത് ബാംഗ്ലൂരിലുള്ള ഹല്ലേലൂയ ഹെന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തിലാണ് ചർച്ച്. ആ ചർച്ചിലാണ് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ വെച്ച് അവിടെയുള്ള ബിജു യോഹന്നാൻ എന്ന് പറഞ്ഞ പാസ്റ്ററുമായിട്ട് താൻ സംസാരിക്കുകയും പാസ്റ്ററിന്റെ വാക്കുകൾ കേട്ട്, ദൈവവചനം കേട്ട്, അല്ലെങ്കിൽ പാസ്റ്ററിനോടുള്ള ഇടപെടലുകൾ എല്ലാം മുഖാന്തരം, ദൈവ മുഖാന്തരങ്ങളെ ഒരുക്കി അവിടെ വെച്ച് കർത്താവിനെ ഏക രക്ഷകനും സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിപ്പാനും ജലത്തിൽ സാക്ഷീകരിപ്പാനും തനിക്ക് ദൈവം കൃപ കൊടുത്തു. പാപ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം താൻ മാറി ദൈവത്തിന്റെ ഒരു പൈതലായി ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം അവിടുന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. താൻ അനുഭവിച്ചറിഞ്ഞ സത്യത്തെ അനേകരിലേക്ക് താൻ ഇപ്പോൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ അവിടെ നിന്ന് കടന്നു വന്നു. അനേകരോട് സുവിശേഷം പറയുവാനായിട്ട് ദൈവം ഇടയാക്കി. അടങ്ങിയിരിക്കുവാനുള്ള സ്വസ്ഥത എനിക്ക് തരാതെ വേണം. എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞ സത്യത്തെ അനേകർക്ക് വെളിപ്പെടുത്തണം. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഒരു വാക്ക് പോലും പറയുവാൻ അറിയാത്ത എന്നെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിച്ചു. എന്റെ ഭവനത്തിൽ ഇരുന്ന്, ഹസ്ബൻഡിന്റെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ ഹസ്ബൻഡിന്റെ പിതാവിന്റെ സഹോദരി അവിടെ അന്ന് രാത്രി കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിട്ട് ഞാൻ എല്ലാവരും TV കണ്ടുകൊണ്ട് അപ്പുറത്ത് ഹാളിൽ ഇരിക്കുവായിരുന്നു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റൂമിലേക്ക് കടന്നു വന്നു. എന്റെ അടുക്കൽ ഇരുന്നിട്ട് പറഞ്ഞു, മംദാസേ, ഹല്ലേലൂയ, എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. നീ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. എന്നാൽ ആ ആന്റി ഹല്ലേലൂയ സ്തോത്രം അനേക വർഷങ്ങൾ കൊണ്ട് ഹല്ലേലൂയ പൂജ ചെയ്യുകയും ഹല്ലേലൂയ ഭവനത്തിൽ തന്നെ വിഗ്രഹങ്ങളെ കൊണ്ടുവച്ച് ആരാധിക്കുകയും ഒരു അമ്പലം പോലെ തന്നെ അവരുടെ ഭവനത്തിൽ അവർ ദൈവീയ വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയും അവരുടെ ആന്റിയുടെ ഹസ്ബൻഡ് ഒരു പൂജാരിയുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരുടെ ഒന്നും അവർക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടിയില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ആന്റിയുടെ മേൽ കരം വെച്ചിട്ട് ഇപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നാവിൽ കൂടി പറഞ്ഞു, സകല ബുദ്ധിയെയും കൈവന്ന സമാധാനം ഞാൻ നിന്റെ മേൽ പകർന്നിരിക്കുന്നു എന്ന് പറയുകയും ഈ ആന്റി പെട്ടെന്ന് അവിടെ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. വീണ് അവിടെ ഉറങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് രാവിലെ ഒരു 8 മണി ആയിട്ടാണ് ആന്റി എഴുന്നേറ്റത്. 8 മണിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ചോദിച്ചു, മുംതാസ്, എനിക്ക് എന്ത് പറ്റി? ഞാൻ ഹല്ലേലൂയ 3 മാസത്തോളമായല്ലോ സമാധാനത്തോടെ ഉറങ്ങിയിട്ട്. പക്ഷെ ഇത് എങ്ങനെ എനിക്കിങ്ങനെ ഈ 3 മാസത്തിന് ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചത്? എനിക്ക് എങ്ങനെ ഈ സമാധാനം വന്നു? എനിക്ക് എങ്ങനെ ഈ സ്വസ്ഥത കിട്ടി? എങ്ങനെ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞുവെന്ന് എന്നോട് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകുന്ന, രക്ഷ നൽകുന്ന, നിത്യജീവൻ നൽകി തരുന്ന ഹല്ലേലൂയ ജീവന്റെ രക്ഷകനെ, എന്നെ തേടി വന്ന ഏക രക്ഷകനെ, കർത്താവുമായ യേശുക്രിസ്തുവിനെ ഈ ആന്റിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കർത്താവ് അവസരം തന്നു. ആ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആന്റി യേശുവിനെ കർത്താവും സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ട് അല്ലെ ഈ സാക്ഷി ടെസ്റ്റിമണി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയാം, ഹല്ലേലൂയ, ആന്റിക്ക് ആ ദൈവ വചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, നമ്മുടെ ഏത് മേഖലയിലാണോ വിടുതൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്, സമാധാന സ്വസ്ഥതയും ഇല്ലാതെ ആയിരിക്കുന്ന മേഖലയിലേക്ക് ആ വചനം കടന്നു ചെന്ന് നമ്മളെ വിടിവെക്കുവാനായിട്ട് ഇടയായി തീരും. വിശ്വസിക്കുന്നവരുടെ മേൽ അത് സമാധാനമായിട്ട് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരും. എന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്, ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവമക്കളാണെങ്കിൽ പോലും പലർക്കും പണമുണ്ട്, എല്ലാം ഉണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവരെ പേഴ്സണലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സമാധാനമില്ല, സ്വസ്ഥതയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം ആർക്കെങ്കിലും സമാധാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുടെ ആത്മാവിൽ ഉറങ്ങുവാൻ കഴിയാതെ വണ്ണം, സ്വസ്ഥത ഇല്ലാതെ വണ്ണം, മനസ്സ്
അസ്വസ്ഥമായിട്ടിരിക്കുന്ന മേഖലകളിലാണോ ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ദൈവരാജ്യത്തിന്റെ സമാധാനം അല്ല ഭക്ഷണവും പാനീയമല്ല ദൈവരാജ്യ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാ. ആ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ അവന്റെ സമാധാനത്തെ ദൈവം നമുക്ക് നൽകി തന്നേച്ചു പോകുകയാ. അത് ലോകം തരുന്ന പോലെയുള്ള ഒരു സമാധാനമല്ല. പിന്നെയോ ഹല്ലേലൂയ ലോകത്ത് നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഹല്ലേലൂയ പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ കടന്നു വന്നേക്കാം. എന്നാൽ ഇതിനകത്തെ മറികടക്കുന്ന, ഇതിന്റെ മേൽ അതിജീവിക്കുന്ന ഒരു സ്വർഗീയ സമാധാനവും സ്വസ്ഥതയുമാണ് കർത്താവ് നമുക്ക് നൽകി തന്നിട്ട് പോയിട്ടുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നവരുടെ മേൽ ഈ പകൽക്കാലം ആ സ്വർഗീയ സമാധാന കർത്താവ് ഹല്ലേലൂയ അവിടെ പകരുകയാണ്. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഇത് നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ മാത്രമല്ല, യെശയ്യാവിന്റെ പുസ്തകം, യെശയ്യാ പ്രവചന പുസ്തകം 53:5 പ്രകാരം പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ മുഴുവൻ അവന്റെ മേലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ മുഴുവൻ അവന്റെ മേലായി. അങ്ങനെയെങ്കിൽ നമ്മുടെ മേൽ ഹല്ലേലൂയ സമാധാനം നൽകി തന്നത് ആ കാൽവറി ക്രൂശിലാണ്. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തെയും സ്വസ്ഥതയെയും കള്ളൻ കടന്നു വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും നമ്മളെ തകർത്ത് കളയുവാൻ ആദ്യം നമ്മുടെ സമാധാനത്തെ അവൻ കെടുത്തി കളയും. അതുകൊണ്ടല്ലേ ഹല്ലേലൂയ യേശു കർത്താവിനെ ഹല്ലേലൂയ ക്രൂശിച്ച സമയത്ത് അപ്പോസ്തലന്മാർ ഭയന്ന് വിറച്ച് ഹല്ലേലൂയ റൂമിനകത്തിരിക്കുമ്പോൾ യേശു കർത്താവ് ആദ്യമേ കയറി ചെന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൂതന്മാരുടെ ആദ്യ സിസ്റ്റർ പറഞ്ഞല്ലോ 3 പ്രാവശ്യം ദൂതന്മാരെ കണ്ടെന്നുള്ള കാര്യം. അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആമേൻ. സ്തോത്രം. ഒന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പോകുന്നത് പോലെ ഹല്ലേലൂയ ആമേൻ തുടർച്ചയായിട്ട് എന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. രണ്ടാമത് 2015 ഹല്ലേലൂയ സ്തോത്രം. ഒരു ചർച്ചിൽ ഞങ്ങൾ വിശ്രമിക്കുകയായിരുന്നു. രാത്രി വെളുപ്പിനെ 4 മണിയായപ്പോൾ, അന്നൊരു ന്യൂ ഇയർ ആയിരുന്നു. ആ ന്യൂ ഇയർ സമയത്തായിരുന്നു അത്. വളരെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവും ദൈവത്തിന്റെ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന അനുഭവമായിരുന്നു. എന്നാല് അവിടെ ഹല്ലേലൂയ സ്തോത്രം ഭയങ്കര കണ്ണു തുറഞ്ഞ 4 മണി സമയത്ത് എനിക്ക് വൊമിറ്റിംഗ് സെൻസസ് വന്നു. ഞാൻ വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന ആ ബെഡിലേക്ക് കിടന്നിട്ട് കിടക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇങ്ങനെ കണ്ണു തുറന്ന് കിടക്കുന്ന സമയത്ത് എന്റെ മുൻപിൽ ഭയങ്കര പ്രകാശം, ആ പ്രകാശം ലൈറ്റിനെക്കാട്ടിൽ അധികമുള്ള ഒരു പ്രകാശം. വെള്ള ഡ്രസ്സ് ധരിച്ച് ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങൾ കടന്നു പോകുന്ന ചർച്ചിലെ പാസ്റ്ററിന്റെ അതേ രൂപത്തില് ഹല്ലേലൂയ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുവാൻ, കൈ ഉയർത്തുവാൻ, ശബ്ദിക്കുവാൻ ഒക്കെ ഇങ്ങനെ തുടങ്ങിയപ്പോഴേ ഹല്ലേലൂയ എന്റെ ശരീരം മുഴുവൻ ചലനമറ്റ രീതിയിലായിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വളരെ സ്മൈലായിട്ട് ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ടിടയായി തീർന്നു. എനിക്കപ്പോൾ ഡൗട്ട് വന്നു, ഇത് പാസ്റ്റർ ആണോ? ഇല്ല, ആ സമയത്ത് പാസ്റ്റർ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാനത് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി പാസ്റ്ററിനെ ചെന്ന് രാവിലെ കണ്ട് ടൈം ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞില്ല, ഞാൻ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് ദൈവം എന്റെ ഹൃദയത്തിനകത്ത് അത് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ദൂതനായിരുന്നു എന്നുള്ളത്. ആ തേജസ്സേറിയ മുഖവും അല്ലെങ്കിൽ ഡ്രസ്സും എല്ലാം ആ ഒരു മനുഷ്യ ശരീര രൂപത്തിൽ കടന്നു വന്ന വലിയ കാണുവാനായിട്ട് ഇടയായി തീർന്നു. മൂന്നാമതായിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, ഹല്ലേലൂയ സ്തോത്രം, അന്ന് ഒരു ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ നടക്കുകയാണ്. 3 ബസ് കയറി വേണം ഞങ്ങൾക്ക് ചർച്ചിലേക്ക് വരാൻ. ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട്. ആ സമയത്ത് ഞാൻ ഹല്ലേലൂയ റോഡ് വലിയ വീതിയുള്ള റോഡാണ്, കുഞ്ഞു പിള്ളേരാണ്. എന്റെ 2 കുഞ്ഞുങ്ങൾ വന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ഒരു മോനെ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു, ആ മോന്റെ കയ്യിലാണ് മൂത്തമ്മൻ പിടിച്ചിരിക്കുന്നത്. 2 മക്കളാണ് എനിക്കുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ആ ക്രോസ് ചെയ്ത സിഗ്നലിന്റെ സമയത്താണ്, വണ്ടിയല്ല ഇങ്ങനെ സിഗ്നൽ പാർക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത്. ഒരു മോനെ കൈക്ക് പിടിച്ചോണ്ട് ക്രോസ് ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഹല്ലേലൂയ മൂത്ത മോനെ കാണുന്നില്ല. പ്രൈസ് ലോർഡ്. ഞാൻ ഇളയ മോൻ ചോദിച്ചു, മോനെ മൂത്ത അവൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കണ്ട് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. ഞാൻ എന്റെ ദൈവം, എന്റെ കുഞ്ഞിന് എന്ത് നോക്കുമ്പോൾ വണ്ടി സിഗ്നൽ ഓപ്പൺ ആയി, വണ്ടി ഭയങ്കരമായിട്ട് സ്ലിപ്പ്
കോഴിക്കോട് എന്ന സ്ഥലമാണ്. അവിടെ ഭയങ്കരമായിട്ട് ഒത്തിരി ട്രാഫിക്, ഒത്തിരി വണ്ടി ഇങ്ങനെ അധികം പോകുന്ന ഒരു സ്ഥലമാണ്. ഏറിയ റോഡ്, മെയിൻ റോഡാണല്ലോ. ഞാൻ നോക്കുമ്പോൾ വണ്ടി പോന്നു, കുഞ്ഞിനെ കാണുന്നതുമില്ല. എന്റെ കുഞ്ഞിന് എന്തു പറ്റി? അതിവേഗതയിലാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വണ്ടി ഹൈ സ്പീഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്റെ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചോണ്ട് അതേ ഡ്രസ്സില്, അതേ ഒരു കറുത്ത പാന്റും വെള്ള ഷർട്ടും ഇട്ട ഒരു 10-23 വയസ്സുള്ള ചെറുപ്പക്കാരൻ. ഹല്ലേലൂയ, സ്തോത്രം. ഭയങ്കര പ്രകാശമായിരുന്നു അദ്ദേഹത്തിന്. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ, ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ അത്രയും വണ്ടിയുടെ ഇടയിൽ കൂടി ഈ വണ്ടി ഇവരെ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. കൂളായിട്ട് ചിരിച്ചോണ്ട് എന്റെ കയ്യിൽ കൊണ്ടുതരുന്നു. അപ്പോൾ എത്ര ആണെങ്കിലും ഒരു മാതാവിനെ എന്തിനു കുഞ്ഞിനെ ഇങ്ങനെ അശ്രദ്ധയോടെ വിട്ടു എന്ന് പറഞ്ഞ ഒരാള് ദേഷ്യപ്പെടുകയാണ് വേണ്ടത്. ഞാൻ എന്റെ കയ്യിലോട്ട് ഇങ്ങനെ കൊണ്ടു തന്നൊരു നന്ദി, താങ്ക്സ് എന്ന് പറയാതെ ഇങ്ങനെ തിരികെ കയ്യിലോട്ട് കൊണ്ടു തരികയും പെട്ടെന്ന് ആളിനെ കാണുന്നില്ല. ഞാൻ വാഹനത്തിലോട്ട് കയറിയിരുന്നപ്പോൾ ദൈവാത്മാവ് വീണ്ടും ഉറപ്പിച്ച് ഞാൻ എന്റെ ദൂതനെ അയച്ചു, വിടുവിച്ചു എന്നുള്ള ഒരു ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഉറപ്പ് തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ 3 അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇവിടെ കടന്നു വന്ന് ഒരുപാട് പേരോട് സുവിശേഷം പറയുവാനും അനേക സഹോദരിമാർക്ക് അല്ലെങ്കിൽ വചനത്തില് ഉറപ്പും ബലവും എല്ലാം കൊടുത്ത് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനും ദൈവം കൃപ തന്നു. രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ദൈവം അത്ഭുത മുഴകൾ മാറ്റുന്നതും, ക്യാൻസർ രോഗികൾക്ക് സൗഖ്യം വരുന്നതും, ഡ്രഗ്സും മയക്കുമരുന്നിലും ഒക്കെ പെട്ട് കിടക്കുന്നവർക്ക് കർത്താവ് വിടുതൽ നൽകുന്നതും ഒക്കെയുള്ള അനുഭവം അടിയന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇന്നും ഞാൻ അനുഭവിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ കർത്താവിനെ ഇന്ന് അനേകരിലേക്ക് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആമീൻ. അങ്ങനെ ഹല്ലേലൂയ. എന്റെ ഹസ്ബൻഡിന്റെ മാതാവും പിതാവും യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഹസ്ബൻഡിന്റെ ഭവനം മുഴുവൻ യേശുവിനെ അറിയുവാനിടയായി തീർന്നു. എന്റെ മാതാവ് സ്നാനപ്പെട്ടിട്ട് ആദ്യമായിട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യം ഇതായിരുന്നു: എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപം ഞാൻ ചെയ്തത് എന്റെ മരുമകളെ ഹല്ലേലൂയ ഞാൻ ഇറക്കി വിട്ടതാണ്. അതും ഈ ഒരു ദൈവത്തെ ഹല്ലേലൂയ സ്നാനപ്പെട്ടതിന്റെ പേരിലാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ വളരെയധികം ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഒരു വിഷയം കൂടി ഞാൻ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം എന്റെ ജീവിതത്തിൽ തന്ന ഒരു ദർശനം, അത് ലോകത്തോട് അറിയിക്കണം എന്നുള്ളൊരു ദർശനം എന്ന് പറയാൻ അത് എത്രത്തോളം അത് ദർശനമെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെയുള്ള അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. 2016 ഡിസംബർ 6-ാം തീയതി ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അന്ന് പെട്ടെന്ന് ഞാൻ ഉച്ചയ്ക്ക് ഹല്ലേലൂയ ഭവനത്തിനകത്ത് ഇങ്ങനെ കുക്കിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണ വന്നു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇങ്ങനെ ആമേൻ പറയുന്നതിന് മുൻപേ തന്നെ ഇങ്ങനെ ക്ഷീണം അനുഭവപ്പെട്ടു. ഞാൻ അങ്ങനെ ക്ഷീണിതയായിട്ട് ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ ഇങ്ങനെ ആ ബെഡിലേക്ക് കിടക്കുവാനായിട്ട് ഇടയായിരുന്നു. പെട്ടെന്ന് എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇങ്ങനെ ഉയർന്നു പോകുന്നതായിട്ട് എനിക്ക് ഫീല് ചെയ്തു. ഹല്ലേലൂയ. പക്ഷെ എന്റെ ശരീരത്തിന് ഹല്ലേലൂയ ജീവനുണ്ട്, അല്ലേ, പക്ഷെ നിശ്ചലമായി കിടക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ 3 ദിവസം ആ ഒരവസ്ഥയിൽ ഞാൻ കിടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ BP കുറഞ്ഞെന്ന്, വേറെ പ്രശ്നമൊന്നുമില്ല, BP കുറഞ്ഞെന്ന് പറഞ്ഞുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്റെ ആത്മാവ് ഭയങ്കര സന്തോഷമാണ്. ഈ ആത്മാവ് ഒരു ചെറിയ പ്രാണി പോലെ, നമ്മളുടെ ഈ ആന്റി എന്നെ കാണുന്നത് പോലെ തന്നെ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് പോലെ തന്നെ കർത്താവ് എന്നെ കൊണ്ടുപോയി കാണിച്ച ഒരു അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എന്നെ കാണിച്ചത് ഹല്ലേലൂയ ഈ ആകാശത്തിന് മുകളിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. ആകാശത്തിൽ ആ ഒരു സ്വർഗീയ വളയം ആദ്യം കാണും. ആ മധ്യാകാശത്തിൽ ഒരു സ്വർഗീയ വളയം, ഒരു സ്വർണ്ണ കളറിൽ വളയം കണ്ടു. അതിനകത്തേക്ക് പ്രവേശിച്ചു ഒത്തിരി സഞ്ചരിച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ തട്ടായിട്ട് സ്കൈ ബ്ലൂ കളറിലെ ആകാശം ഇങ്ങനെ ലെയറായിട്ട് ഇരിക്കുന്നത് എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് അതിലേക്ക് കയറ്റി കൊണ്ടുപോയി കാണിച്ചു. അവിടെ കാണുന്നത് ഹല്ലേലൂയ ദൂതന്മാർ ഇങ്ങനെ നിൽക്കുന്നതും, ഹല്ലേലൂയ വെള്ള കളർ ഡ്രസ് ഇട്ട് ദൂതന്മാർ നിൽക്കുന്നതും, വളരെ പച്ചപ്പ് നിറഞ്ഞ, വളരെ സമാധാനം സ്വസ്ഥതയും നിറഞ്ഞ നല്ല പ്ലേസ് ആയിട്ട് നല്ല അന്തരീക്ഷമുള്ള ആ ഒരു കാഴ്ച എന്നെ ഇങ്ങനെ കാണിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്വർഗത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. ദൈവിക സമാധാനം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. സ്വർഗത്തിന്റെ ആദ്യ ഭാഗമാണെന്നുള്ള ഒരു അരുളിപ്പാട് എനിക്ക് അന്നേരം എന്റെ പുറകിൽ ആരും എന്നെ ഫോളോ ചെയ്യുന്ന, എന്നോട് സംസാരിക്കുന്നതെല്ലാം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് തന്നെ ഹല്ലേലൂയ അവിടെ നിന്ന് പെട്ട് ഞാൻ അവിടെ സന്തോഷിച്ച് നിൽക്കുമ്പോൾ തന്നെ എന്നെ ഇരുട്ടുള്ളൊരു മേഖലയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭയപ്പെട്ടു. ആ കൂരിരുട്ട് വളരെയാണ്, അധികമാണ് അവിടെ. ഹല്ലേലൂയ. ഞാൻ നോക്കുമ്പോൾ ഒരു കവാടം കണ്ടു. ആ കവാടത്തിന് മുൻപിൽ ഒരു ചെങ്ങല ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അതിന്റെ തറയിലേക്ക് നോക്കുമ്പോൾ ഈ തറയെല്ലാം ചെമ്പ് ചുട്ടു പഴിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അങ്ങോട്ട് വരുവാനായിട്ട് കഴിയുന്നില്ല. അതിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഇരുട്ടുകൊണ്ട് ഭയം വരുന്നു. അത്രത്തോളം ഇരുട്ട്, ചൂട് അനുഭവപ്പെടുന്നു. അതും എനിക്ക് ചൂട് അനുഭവിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് കഴിയുന്നില്ല. ഞാൻ അവിടെ നിന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകില്ലെന്ന് ഞാൻ പറഞ്ഞ് കരയുവാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ തന്നെ ഒരു അന്യഭാഷ എന്നോട് പറയുവാനായിട്ട് ഇടയായിരുന്നു. അന്യഭാഷ എന്റെ നാവിൽ കൂടി പറയുവാനായിട്ട് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ അന്യഭാഷ ഒരു ചൈനീസ് ഭാഷ പോലെയുള്ള ഒരു ഭാഷയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭാഷ, അന്യഭാഷ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആ കവാടത്തിലേക്ക് കയറുവാനുള്ള ഒരു ശക്തി എനിക്ക് തന്നു. ആ കവാടത്തിനകത്തും കൂടി കയറുമ്പോൾ ഞാൻ കാണുന്നത് ഹല്ലേലൂയ തീ പൊയ്കയാണ്. അന്ധകാരത്തിനകത്ത് ആ തീ പൊയ്കയുടെ പ്രകാശം നമുക്ക് കാണാം. അഗാധമാകുന്ന കുഴി, ഇങ്ങനെ ചാല് പോലെ കിടക്കുകയാ. ഹല്ലേലൂയ. ആ കുഴിക്കകത്ത് ഇങ്ങനെ തീക്കനൽ ഇങ്ങനെ വമിക്കുന്നു. തീക്കനൽ ഇങ്ങനെ വമിക്കുമ്പോൾ അവിടെ പല്ല് കടിക്കുന്ന ശബ്ദം ഉച്ചത്തിൽ കേൾക്കാം. അതിനെ ഒരു മനുഷ്യന് ഹല്ലേലൂയ മരിച്ചു പോകത്തക്ക നിലവാരത്തിൽ ഒരു മനുഷ്യന്റെ കാതുകൾക്കും ഹൃദയങ്ങൾക്കും ചിന്തിച്ചതിനേക്കാൾ നനച്ചതിനേക്കാട്ടിൽ എല്ലാം മനസ്സിലാക്കുവാനും എല്ലാം അതിനപ്പുറമായി അതീതമായിട്ടുള്ള നിലവിളി. പ്രൈസ് ദി ലോർഡ്. ആ കുഴിയിൽ നിന്ന് ഉയരുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാനായിട്ട്, നിലവിളി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ നോക്കുമ്പോൾ പല്ല് കടിക്കുന്നുണ്ട്, അസ്ഥികൂടങ്ങൾ. ഹല്ലേലൂയ. മാംസമെല്ലാം ആ തീ അത് കത്തുന്ന തീക്കകത്ത് വെന്തുപോയിട്ട് ജീവനുള്ള അസ്ഥികൂടങ്ങൾ ആ മുകളിലേക്ക് കയറുവാനായിട്ട് അവർ പല്ല് കടിക്കുകയും എഴുന്നേൽക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 22:13 ഇപ്രകാരം പറയുന്നു, അവനെ കയ്യും കാലും കെട്ടി ഇരുട്ടുള്ള ഏറ്റവും ഹല്ലേലൂയ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാൻ അവിടെ സഹിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് വിശ്വസിക്കുവാനും എനിക്ക് സഹിക്കുവാനും താങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ കൊണ്ടുപോകും, എനിക്കിത് സഹിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്റെ ബുദ്ധിക്കും എന്റെ ഹൃദയത്തിനും മനസ്സിലും ഒന്നും ചിന്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, എനിക്കിവിടെ നിൽക്കുവാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ ഞാൻ നിലവിളിയോടെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് കൊണ്ട് അടുത്ത ഒരു കവാടത്തിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കവാടത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഭയങ്കര ദുർഗന്ധമാ. അപ്പോൾ എന്റെ ഈ ശരീരത്തിൽ തന്നെ എനിക്ക് ഈ ദുർഗന്ധം മനസ്സിലാക്കുവാനും ഫീല് ചെയ്യുവാനായിട്ട് എനിക്ക് കഴിയുമായിരുന്നു. ആ ദുർഗന്ധം അത് ഈ ഭൂമിയിൽ ഇതുവരെയും ഞാൻ അനുഭവിച്ചിട്ടില്ല. അത്ര നിലവാരത്തിലൊരു ദുർഗന്ധമായിരുന്നു അത്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നോക്കുമ്പോൾ വലിയ വലിയ ടാങ്ക് പോലെയുള്ള ടബ് പോലെയുള്ള വലിയ ടബ് പോലെയുള്ള ഹല്ലേലൂയ ടബിനകത്ത് മനുഷ്യർ ബലൂണ് പോലെ പഴുത്ത് വീർത്ത് അവരുടെ ഒരു മനുഷ്യന്റെ ശരീരം പഴുത്തിട്ട് ഹല്ലേലൂയ അതിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധവും പഴുപ്പും ചലവും എല്ലാം കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇടയായി തീർന്നു, ഇത്രയും ഇവർക്കായി ഞാൻ നോക്കുമ്പോൾ കൃമി ഇവരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ, ഇങ്ങനെ കൃമി അരിക്കുന്നുണ്ട്. ഇവർ ഈ ചത്ത് വീർത്തിരിക്കുന്ന ശരീരത്തിനകത്ത് കൃമിയും ദുർഗന്ധവും പിന്നെ ഹല്ലേലൂയ പഴുപ്പും എല്ലാം ഒഴുകുന്നുണ്ട്. ദൈവമേ, ഇവരിത് അറിയുന്നില്ലേ? ഇവരിത് കാണുന്നില്ല. ഇവർക്ക് ഇത് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? ഇവർക്ക് എന്തുകൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സംശയം എന്റെ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ അടുത്തേക്ക് ചെന്ന് നോക്കാനോ. ഞാൻ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ണിങ്ങനെ ജീവനുള്ളതായി കാണുവാനായിട്ട് ഇടയായിരുന്നു. കണ്ണിങ്ങനെ അനങ്ങുന്നുണ്ട്. അതിന്റെ അർത്ഥം ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നത് അവർക്ക് ആ വേദന അറിയാം, പക്ഷെ അവർക്ക് ചലിക്കുവാനായിട്ട് കഴിയുന്നില്ല. അതും ദൈവത്തിന്റെ വചനം. യെശയ്യാ പുസ്തകം 50:7 ഒരു ബ്രെഡ് നമ്മൾ ചായയിൽ മുക്കി എങ്ങനെ അത് തൊടുമ്പോൾ പൊടിഞ്ഞു പോകുന്നു, അതുപോലെ ശരീരം പൊടിഞ്ഞു കൃമി അരിച്ചുകൊണ്ടിരിക്കുക. യെശയ്യാ പുസ്തകം 51:7 പ്രകാരം പറയുന്നു, അറിയുന്നവരും ഹൃദയത്തിൽ നീതി അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ ന്യായപ്രമാണവുമുള്ള ജനവുമായുള്ളവരെ എന്റെ വാക്കുകൾ നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും വരുത്. പുഴു അവരെ വസ്ത്രത്തെ പോലെ അരിച്ചു കളയും, കൃമി അവരെ കമ്പിളി പോലെ തിന്നുകളയുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാണ്. അവിടെ എനിക്ക് സഹിക്കും, ആദ്യത്തിനെക്കാട്ടിൽ അസഹനീയമായി
എന്തായിരുന്നു അവിടെയുള്ള അവസ്ഥയും കാഴ്ചയും ഞാൻ ദൈവസന്നിധിയിൽ അവിടെ നിന്നുകൊണ്ട് നിലവിളിച്ചു കരയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഈ മണം കൊണ്ട് ഞാൻ മരിച്ചു പോകും, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ഒരു കവാടത്തിലേക്ക് അവിടെ നിന്നും എന്നെ കൊണ്ടുപോയി. അതൊരു ഹല്ലേലൂയ ഇങ്ങനെ എന്താ പറയുന്ന ഒരു കവാടമല്ല, അതിങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇങ്ങനെ പൊങ്ങി ഒരു ചിത്രശലം ഒരു ബട്ടർഫ്ലൈ ഒക്കെ എങ്ങനെ പറന്നു പോകും ആ രീതിയിലായിരുന്നു ഇവൻ എന്നെ അവിടെ കൊണ്ടുപോയത്. ഞാൻ ഇങ്ങനെ പറന്നിങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ വലിയൊരു കുഴി കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ കുഴിയിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുഴിയുടെ അകത്തെല്ലാം ഇങ്ങനെ കറുത്ത മുത്തുകളാണ്, കറുത്ത മുത്തുകളോ. ആ കറുപ്പിന് ഭയങ്കര അതീവമാകുന്ന കറുപ്പാണ്. നീ അടുത്തോട്ട് ചെന്ന് നോക്കുവാൻ പറഞ്ഞപ്പോൾ ഈ കുഴിക്ക് അന്തമില്ല, അത്രത്തോളം ആഴമേറിയ കുഴിയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം. ഈ കറുത്തത് മുത്തുകളെ പറ്റി ഞാൻ വചനത്തിൽ വായിച്ചിരിക്കുന്നത് ദൈവരാജ്യത്തെ പറ്റിയാണ്. ഇത് നരകത്തിന്റെ ഈ അനുഭവത്തിനകത്ത് എങ്ങനെ ഇവിടെ മുത്തുകൾ വന്നു എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് അടുത്തേക്ക് ചെന്ന് നോക്കുവാൻ പറഞ്ഞപ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ, ആ കറുത്ത അതിനെല്ലാം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അനങ്ങുന്നുണ്ട്. നോക്കുമ്പോൾ ഹല്ലേലൂയ, കറുത്ത തേളുകളായിരുന്നു, അത് ജീവനുള്ള തേളുകളായിരുന്നു. അപ്പൊ ഇവർ ഇത്രത്തോളം കറുപ്പ് ഇതിനെന്ത്? ഹല്ലേലൂയ. എപ്പോഴാണ് അത് വിഷമുള്ളതാണ്, മരണവേദന പോലുള്ള വിഷമാണ് അതിന്റെ കറുപ്പിനെ കാണിക്കുന്നത് എന്ന് പറയുവാനിടയായി തീർന്നു. വെളിപ്പാട് പുസ്തകം 9:3 ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു, അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടാക്കി. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അനുഭവത്തെ ദൈവം എന്നെ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് ശേഷം ഹല്ലേലൂയ എന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ എന്റെ ആത്മാവിൽ എനിക്ക് മിണ്ടുവാനോ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ബലം ഒന്നും എനിക്കില്ല, വളരെ ക്ഷീണതയാ. ഇതൊക്കെ കണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഹൃദയം വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് എന്റെ ഹൃദയത്തില് നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ച കിടക്കുന്ന കിടപ്പില്, കർത്താവേ, നീ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാനാ. പക്ഷെ ഞാൻ ഈ കണ്ട അനുഭവങ്ങളൊക്കെ എത്രയോ ജനങ്ങളാണ് നരകത്തിൽ കിടക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. എനിക്കിത് സഹിക്കുവാൻ കഴിയുന്നില്ല. നീ വന്നത് രക്ഷിപ്പാനല്ലേ, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ജനം ഇങ്ങനെ നരകത്തിലായി പോയത് എന്ന് ഞാൻ നിലവിളിയോടെ ഹൃദയത്തിന്റെ വേദനയോടെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പെട്ടെന്ന് അല്ലെങ്കിൽ 3 ദിവസം എന്റെ ശരീരത്തിനകത്ത് വളരെ ക്ഷീണിതാവസ്ഥയിൽ കിടന്ന എന്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് ഇങ്ങനെ ഇടപെട്ടു. നീ എഴുന്നേറ്റ് യെശയ്യാവിന്റെ പുസ്തകം തുറക്കാന്നൊരു ശബ്ദം എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. ഞാൻ എഴുന്നേറ്റ് ഹല്ലേലൂയ വചനം തുറന്നപ്പോൾ ബൈബിൾ തുറന്നപ്പോൾ യെശയ്യാവിന്റെ പുസ്തകമാണ് എനിക്ക് ലഭിച്ചത്. യെശയ്യാവിന്റെ പുസ്തകം 1:25 പറയുന്നു, സീയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും, എങ്കിലും അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം സംഭവിക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. ഈ വചനം വായിച്ചപ്പോൾ ദൈവം എനിക്ക് ശക്തി ലഭിച്ചു. 3 ദിവസത്തെയുള്ള ക്ഷീണങ്ങൾ ഇതെല്ലാം മനുഷ്യ ശരീരത്തിനകത്ത് അതിശക്തിയായിട്ടുള്ള ബലം ദൈവം എനിക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും നിലവിളിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും പ്രാർത്ഥിക്കുവാനും മറ്റുള്ളവരോട് സത്യദൈവത്തെ വെളിപ്പെടുത്തുവാനുമുള്ള ഒരു ഹല്ലേലൂയ ആഹ്വാനം ദൈവം എനിക്ക് നൽകി തരുവാനുമായിട്ട് ഇടയായി തീർന്നു. എന്നെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജനമേ, ഹല്ലേലൂയ. ആരെങ്കിലും സത്യദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? സ്വർഗവും നരകവും ഉണ്ടെന്ന് ആരെങ്കിലും അവിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു? ആർക്കെങ്കിലും ചിന്താ കുഴപ്പങ്ങളുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ആകുലതകൾ ഉണ്ടോ? ഹല്ലേലൂയ. സത്യമാണോ യേശു രക്ഷകൻ എന്നുള്ളത്? സത്യമാണോ? ഹല്ലേലൂയ. യേശു തന്നെയാണോ ദൈവം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, യേശു തന്നെയാണ് ദൈവം. യേശു, അവനിലല്ലാതെ ഒരുത്തരിലും നമുക്ക് രക്ഷയില്ല. അല്ലെങ്കിൽ സ്വർഗവും നരകവും സത്യമാ. ഈ രാവും പകലും നാം അനുഭവിക്കുന്നത് എങ്കിൽ സ്വർഗവും നരകവും എന്നുള്ളത് സത്യവും യാഥാർത്ഥ്യവുമാണത്. ഹല്ലേലൂയ. സത്യത്തെ തിരിച്ചറിയുക. സ്വന്തം രക്ഷകനെ എന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയാം, ആരെങ്കിലും ഹല്ലേലൂയ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുക, ഓരോരുത്തരോട് സംസാരിക്കുക. ഹല്ലേലൂയ. ദൈവിക സമാധാനം
നൽകുന്ന, സ്വർഗീയ സ്വസ്ഥത നൽകുന്ന, രക്ഷ നൽകുന്ന, നിത്യജീവനെ നൽകി തരുന്ന, ഹല്ലേലൂയ, ഹല്ലേലൂയ, അന്ത്യത്തോളം നാം അവനോട് കൂടെ പാർപ്പാൻ തക്കവണ്ണം നമ്മളെ ചേർത്തണയ്ക്കുന്ന, സ്വർഗീയ സ്നേഹം നൽകി തരുന്ന ഒരു കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ഹല്ലേലൂയ ഏതാണ് സത്യ ദൈവമെന്ന് ഒന്ന് ദൈവം ചോദിച്ചാൽ മതി. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് വെളിപ്പെടുത്തി തരും. ഈ ഭൂലോകത്തിൽ സ്നേഹം നിഷേധിച്ചവരാണോ നിങ്ങൾ? അല്ലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ? അല്ലെങ്കിൽ അപ്പനാലും അമ്മയാലും ബന്ധുമിത്രാദികളാലും തള്ളപ്പെട്ടവരാണോ? മനുഷ്യർക്ക് കൊള്ളാത്തവരെന്ന് കുറ്റം പറഞ്ഞ് വിധി എഴുതി നാട്ടിലും വീട്ടിലും കൊള്ളാത്തവരാണോ? ഞാൻ വിശ്വസിച്ച് നിങ്ങളോട് പറയാ, നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നോ ദൈവം പറഞ്ഞു. അമ്മ മറന്നാലും പെറ്റമ്മ മറന്നാലും മറക്കാത്ത നിത്യ സ്നേഹം, അതാണ് നമ്മുടെ യേശു ക്രിസ്തു. അവന്റെ അടുക്കൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിത്യ സ്നേഹമുണ്ട്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനാലും നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയാത്ത സകല നന്മയും എന്റെ യേശു കർത്താവിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവന്റെ അടുക്കലേക്ക് വരിക. ഇതാകുന്നു സുപ്രധാന കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. സമയം വൈകിക്കരുത്. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുക. ഹല്ലേലൂയ. ഒരു പാപി മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. സ്വർഗ്ഗം സന്തോഷിക്കുന്നു. അവൻ അതിനായിട്ട് അല്പസമയം കൂടി തന്നിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്നവർ, സാക്ഷ്യം കേൾക്കുന്നവരെ എല്ലാവരെയും ദൈവം അവിടുത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ഇത്രയും സമയം അനുവദിച്ചു തന്ന പ്രിയ ആന്റിയോടും ജോയ്സ് ടിവിയോടും പ്രവർത്തകരോടും സഹോദരങ്ങളോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് അടിയന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും. സിസ്റ്ററെ, ഈ ഒരു കാര്യം സിസ്റ്റർ ഒരു പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ ഇങ്ങനെ കണ്ടത്? സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും എങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ വരുവാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വപ്നത്തിൽ കൂടി ദൈവം എന്ത് ചെയ്യുന്നു? ഒരുപാട് കാര്യങ്ങൾ, വരുവാനിരിക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ കൂടി ദൈവം എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാറുണ്ട്. ഇത് സിസ്റ്റർ വയ്യാതെ കിടന്ന ഇത് സിസ്റ്റർ എങ്ങനെ വയ്യാതെ മയങ്ങിയപ്പം കണ്ടതാണോ? ഇത് എങ്ങനെയാ ഇത് കണ്ടത്? ഞാൻ അനുഭവിക്കുകയാണ്, റിയൽ പോലെ ഞാൻ അനുഭവിക്കുക. എന്നാൽ ഈ ശരീരം ഇങ്ങനെ കിടപ്പ് ഉണ്ട് താനും, പക്ഷെ ആത്മാവ് കൊണ്ട് എനിക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കാണാനായിട്ട് ഇങ്ങനെ കാണുന്നത് പോലെ തന്നെ എനിക്ക് അനുഭവിക്കുകയും ചെയ്യും. ശരീരം ക്ഷീണിതയാണ്. അങ്ങനെ ഒരു അനുഭവം. അന്നേരം സിസ്റ്റർ ഇങ്ങനെ കട്ടിലെ കിടന്നപ്പോ ഇങ്ങനെ സിസ്റ്റർ കാണുക, സിസ്റ്റർ ഇങ്ങനെ പൊങ്ങി പോയിട്ട് ഇങ്ങനെ കാണുക, ഇല്ലയോ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഈ സ്വർഗം എന്ന് പറയുന്നത് സിസ്റ്റർ ഇങ്ങനെ ഇത്രയും മാത്രമേ കണ്ടുള്ളൂ, ഇല്ലയോ? ഒരു പച്ചപ്പും ദൂതന്മാരുടെ സ്വർഗീയ അനുഭവം. ഓക്കെ ദേവദാസി, കർത്താവ് വലിയൊരു നല്ല കാര്യങ്ങളെ, സ്വർഗീയ ദർശനങ്ങളെ കർത്താവ് കാണിച്ചു തന്നല്ലോ. അനേകരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരട്ടെ. ഒരു നരകവും സ്വർഗവും ഉണ്ടോ എന്നൊക്കെ അനേകരിങ്ങനെ ചോദിച്ച് മനുഷ്യനിങ്ങനെ ഉള്ളത്തിൽ ആരോടും പലപ്പോഴും പറഞ്ഞില്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഡൗട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്, സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കർത്താവ് എന്തോ ചെയ്യുന്നു? തൻ്റെ സ്നേഹിക്കുന്ന മക്കളെ പലതും കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരിൽ ഒക്കെ പറഞ്ഞു കൊടുക്കാനും. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവ് നമുക്കെന്തുവാ ഓരോന്ന് കാണിച്ചു തരുന്നു, നമ്മെ അത് മറ്റുള്ളവരോട് പറയുവാനും അത് മുഖാന്തരം ക്രിസ്തുവെങ്കിലേക്ക് അനേകരെ കടന്നു വരുവാനും മുഖാന്തരമായി തീരട്ടെ. കർത്താവ് സിസ്റ്ററെ സഹായിക്കട്ടെ. അനേകർക്ക് സിസ്റ്ററെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. സുവിശേഷത്തിലൂടെ ഉള്ള രക്ഷ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, അത് ഹല്ലേലൂയ, ഈ നരകത്തിന് ഹല്ലേലൂയ കടന്നു പോകാതെ വണ്ണം ആ നിത്യനായ രക്ഷകനെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. സിസ്റ്ററെയും കർത്താവ് ഇനിയും അനേകരോട് ദൈവത്തിൻ്റെ വചനം പറയുവാനും സുവിശേഷം അറിയിപ്പാനും ഒക്കെ കർത്താവ് സഹായിക്കട്ടെ എന്ന്, അതിനുള്ള എല്ലാ ദൈവകൃപയും സിസ്റ്ററിന് കർത്താവ് തരട്ടെ എന്നും ആശംസിക്കുന്നു. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടോ. ആമേൻ. സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനാകുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങളെ ദൈവം അവിടുന്ന് മുന്നൊരുക്കി ഞങ്ങൾക്ക് നൽകി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ ഹല്ലേലൂയ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന അടിയും പറഞ്ഞ സാക്ഷ്യം മാത്രമല്ല കർത്താവേ, അടിയനെ നൽകി തന്ന സാക്ഷ്യം മാത്രമല്ല, ഈ ഹല്ലേലൂയ ജോയ്സ് ടിവിയിൽ കൂടി എത്രയൊക്കെ സാക്ഷ്യങ്ങൾ പുറം ലോകത്തിലേക്ക് ഹല്ലേലൂയ ദൈവം അത് അയച്ചു. അതെല്ലാം
ആ സാക്ഷ്യങ്ങളൊക്കെയും അനേകരുടെ ഹൃദയങ്ങളില് അത് മാനസാന്തരത്തിനും നിത്യരാജ്യത്തിനും ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാൻ, നിത്യരാജ്യത്തിന് അവകാശിയും ഓഹരിക്കാരുമായി തീരുവാൻ ദൈവം എല്ലാവരെ സഹായിക്കുമാറാകണമേന്ന് ദൈവസന്നിധിയിൽ അങ്ങോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന ജനത്തെ എല്ലാം ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രവർത്തനത്തിൽ കൂടി അനേക ആത്മാക്കൾ സ്വന്തം യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവാത്മാവ് കൃപ ചെയ്യുമാറാകണമേ. ദൈവരാജ്യത്തിന് അധികം ഫലം കായ്പാൻ ദൈവം അവിടുന്ന് കൃപയാക്കണം. ഈ ശുശ്രൂഷയെ ദൈവം അവിടുന്ന് വിശാലമാക്കണം, നിന്റെ അതിരുകളെ വിസ്താരമാക്കുമാറാകണമേ എന്ന് ദൈവസന്നിധിയിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ആന്റിയെയും ശുശ്രൂഷകരെയും എല്ലാം ശുശ്രൂഷയും എല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനയാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. സിസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ.